മശായിഖിനെ സംബന്ധിച്ച് ഞങ്ങൾ പാടും പറയും, അത് ഞങ്ങളെ ഇഷ്ടമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരണ്ട. ചോദ്യം ചെയ്തത് കൊണ്ട് അതാണ് ഇവരെ നേതാക്കളെ കുറിച്ച് നിരന്തരം പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഇവരെ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ അവരെ ഒന്നും മടവൂര് ശൈഖുനയോടോ അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ മശായിഖിനോടോ ഒരു തരി പോലും തുലനം ചെയ്യാൻ പറ്റൂല. കാരണം അവരാരോട് തുലനം ചെയ്യാനാണ്? ഒരു സംഭവമല്ലാത്തവരെ നേതാക്കൾ. ആ നേതാക്കളെ കുറിച്ച് ഇവര് പാടിയ പാട്ടുകൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഒരു ചെറിയ 1-2 പാട്ടുകൾ ഞാൻ ആദ്യം കൊണ്ടുവരാം. നിങ്ങൾ അങ്ങനെ ശിർക്കാരോപിച്ച് ഇങ്ങോട്ട് വരണ്ട. നിങ്ങളെ പാട്ട് ആദ്യം ഒന്ന് ഗവേഷണം ചെയ്യേണ്ടിയുണ്ട്. അപ്പൊ അതാദ്യം ഇവലിങ്ങനെ കുറെ ആയിട്ട് ഇപ്പോൾ മറ്റുള്ള ആളുകൾക്കൊക്കെ മാറ്റർ കൊടുത്തതാ. മടവൂര് ശൈഖുനെ കുറിച്ച് പാട്ട് നടക്കുന്നുണ്ട്, അള്ളാനെ കുറിച്ച് പറയുന്ന വിശേഷണാണ് പാടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇവർക്കെന്തും പാടും ചെയ്യാം ഓരോ നേതാക്കളെ കുറിച്ച്. അതൊന്നും ഇവിടെ നടക്കൂല. നിങ്ങൾ ആ പണി ഉണ്ടല്ലോ ഏത്, നിങ്ങൾക്കെന്തും പറയാ, ഞങ്ങൾക്ക് എന്തും ചെയ്യാ എന്നുള്ള തോന്നൽ അത് വേണ്ട. അതുകൊണ്ട് ആദ്യം നമ്മളെ നിയൽവാദിനെ കുറിച്ചൊരു പാട്ടുണ്ട്. എല്ലാരെ കുറിച്ചും പാട്ടാ. പൊന്മണ്ണെ കുറിച്ചൊക്കെ വലിയ പാട്ടാ. എത്ര ഉണ്ടെന്നാ ഈ പാട്ട് ഈ പഹയന്മാർക്ക് പാടാമെങ്കിൽ ലോകം തന്നെ ഭരിക്കുന്ന മഹാന്മാരെ കുറിച്ച് ഓരോ മുഹിബീങ്ങൾക്ക് പാടിക്കൂടെ? പേരോണിനെ കുറിച്ച് പാടിയതെന്ന് കേട്ടോളൂ, ഒരു ഒറ്റ വരി. പേരോടുസ്താദ് കനകനിലാവല്ലോ, മലയാളക്കരയിലോദീത്ത പൂങ്കമറാണല്ലോ, ഇൽമിൽ തോപ്പിൽ പാറും സുന്ദര പൂവിതളാണല്ലോ, സുന്നി മക്കൾ കാശ നിറഞ്ഞൊരു പൊൻകമറാണല്ലോ. അതിലാദ്യത്തെ വരി തന്നെ പേരോടിന്റെ വാദമനുസരിച്ച് ശിർക്കാം. അതെന്താ പാടിയത്? മൗലാന. മൗലാന എന്നുള്ളത് ആരെക്കുറിച്ചാ ഖുർആൻ പ്രയോഗിച്ച്? മറുപടി നിങ്ങൾ പറഞ്ഞോളി. നിങ്ങളെ വാദം അനുസരിച്ചാണ്, ഞങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടല്ല. ആമിന റസൂൽ ഇങ്ങനെ ഓതി നോക്കിയാൽ അതിൽ കാണുന്നു അന്ത മൗലാന. അള്ളാനോടാണ് അന്ത മൗലാന, ഈ ഞങ്ങളുടെ മൗലാനയാണ് അള്ളഹാനോട്. അപ്പൊ അള്ളഹാനെ കുറിച്ചുള്ള പ്രയോഗമാണ് മൗലാന എന്നുള്ളത്. അതെങ്ങനെ പേരോടിന് പറ്റി? മറുപടി പറയണം. അങ്ങനെ പറയാൻ പറ്റൂലല്ലോ, ശിർക്കല്ലേ അത്. മുദബ്ബിറുൽ ആലം അവിടെ പറയാമെങ്കിൽ, അതേപോലെ തന്നെ മാലിക്കുൽ മുൽക്ക് പറ്റൂലെങ്കിൽ ഇത് മാത്രം എങ്ങനെ പറ്റിയ? അത് അവിടെ മാത്രമല്ല, അള്ളാഹ് പറയുന്നുണ്ട് കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന. ഹുവാർനാന പേരോടുന്നാ പറഞ്ഞാരാ? അല്ല ഞങ്ങളെ മൗലാനയാണ്. ഇതെന്തിനാ പറയണ നിങ്ങള്? ഇത് ഔലിയാക്കളിലേക്ക് ചേർക്കുമ്പോ വലിയ പ്രശ്നം. മൗലാ ഹുസൈൻ, മൗലാ അലി, ഇതൊക്കെ ഭയങ്കര പ്രശ്ന. അതെങ്ങനെ നിങ്ങൾ മൗല ചേർത്ത് പറയുന്നത്? മൗല എന്നാ നമ്മളെ ഉടമക്കാരൻ, നമ്മളെ രക്ഷിതാവ് എന്നൊക്കെയാണ്. ഇച്ചങ്കായി എങ്ങനെ അതാകുക? ഏതർത്ഥത്തിലാവോ മൗലാനായത്? എങ്ങനെയായത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ പ്രയോഗം തന്നെ മൗലാന. ബാക്കി പിന്നെ ഫുള്ള് തെറ്റാണ്. ഇഖ്ലാസ് വിതരണം ചെയ്യുന്ന ആൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇഖ്ലാസ് വിതരണം ചെയ്യാൻ ആദ്യ സാധനം വേണ്ട എനിക്ക്. ഇഖ്ലാസിൽ അലിഫന്നുണ്ടോ? പൊന്മളെ കുറിച്ച് പറഞ്ഞു, പൊന്മളയിൽ ഉദിത്ത 100 എന്നാണ്. 100 എന്നാ പറഞ്ഞ് ഞാനത് 100 എന്നാക്കിയതാ. ഏത് 100 എന്ന് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെ നേതാക്കളെ കുറിച്ച് എന്തും പാടാന്നും മടവൂര് ശൈഖുനെ കുറിച്ച് പറയാൻ പാടില്ല എന്നും. അത് നടക്കൂല. അവിടെ ഇഷ്ടമുള്ളത് പാടും. നിങ്ങൾ ആരാ ചോദിക്കാൻ? ഇനി നോക്കട്ടോ, ഇനി ഞാൻ പാട്ടെടുത്ത് വെച്ച ഒരുപാടുണ്ട്, ഞാൻ കുറച്ചേ കേൾപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ ആ പാട്ടിന്റെ പൂതി ഞാൻ കേൾപ്പിച്ചരാം. AP ഉസ്താദിനെ കുറിച്ചുള്ള പാട്ടുണ്ട്. അതിന് മൂപ്പര അറിഞ്ഞിട്ടാണോ അല്ലോ എന്ന് എനിക്കറിയില്ല. ബല പാടിയത് അതിൽ പറയുന്നത് AP ഉസ്താദിനെ കുറിച്ച് പറഞ്ഞെടുത്ത് AP ഉസ്താദ് മുഇസ്സുമാണ് മുദില്ലുമാണ് എന്നാണ്. മുഇസ്സ് പറഞ്ഞാൽ ഇസ്സത്തിലാക്കുന്ന ആള്, മുദില്ല് പറഞ്ഞാൽ നിന്ദതയിലാക്കുന്ന ആള്. ഇത് രണ്ടും അസ്മാഉൽ ഹുസ്നയിൽ വരുന്ന പദങ്ങളാണ്.
മുഇസ് എന്നത് അള്ളാഹുവിന്റെ വിശേഷണ. യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്. മാലിക്കുൽ മുൽക്ക് മാത്രമല്ല അള്ളാഹിന്റെ വിശേഷണം. മുഇസ്സു അഹ്ലി സുന്ന എന്നാ പറഞ്ഞു. ഒന്ന് പാട്ട് വരട്ടെ. يا معز أهل السنة يا مذل أهل البدعة يا شيخنا سلطان العلماء مفتي الهند ربنا طولا عمره في مرضاتك بخير الأنام يا معز أهل السنة يا مذل أهل അവിടെ കേട്ടെ, ഫുള്ള് പ്രശ്നമാണ്, അടിമുടി പ്രശ്നമാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടേണ്ടത് പേടെ വെച്ചാൽ യാ മുഇസ്സ അഹ്ലുസുന്ന എന്ന് പറയുന്നുണ്ട്. അഹ്ലുസുന്നത്തിന് ഇസ്സത്ത് കൊടുത്ത മുഇസ്സാണ്. മുഇസ്സ് അല്ലാഹ് ആകാൻ പറ്റുള്ളൂ. നിങ്ങളെ വാദം അനുസരിച്ചാ പറയണത്. മുദബ്ബിർ അല്ലാഹ് ആകാൻ പറ്റുള്ളൂ, മാലിക്കുൽ മുൽക്ക് അല്ലാഹ് ആകാൻ പറ്റുള്ളൂ, ഹയ്യുൽ ഖയ്യൂം അല്ലാഹ് ആകാൻ പറ്റുള്ളൂ. മുഇസ്സ് എങ്ങനെയാ ഏപ്പിയാല്? മുദില്ല എങ്ങനെ ഏപ്പിയാവല്? ശിർക്കല്ലേ അത്? പറയാൻ പാടുണ്ടോ? ഓരോന്ന് പാടി ശിർക്കിലേക്ക് കൊണ്ടുപോകല. അതൊങ്ങൾക്ക് പറ്റുന്നു? അള്ളാന്റെ വിശേഷനാണോ അത്? മറുപടി പറയും. മറുപടി പറഞ്ഞിട്ടൊന്ന് പ്രസംഗിക്കാം, ബാക്കി ഞങ്ങൾ പറഞ്ഞു. ഓരോരുത്തരും കണ്ട് ഇറങ്ങി വരുമല്ലോ, ആ പാട്ട് വന്നു, ഈ പാട്ട്. നിങ്ങൾക്ക് ഇതൊന്നും ബാധകല്ലേ? മാത്രല്ല അതേ പാട്ടിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാ ലൗലാക്ക, ആരോട്? API അബൂബക്കർ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ സുന്നത്ത് ജമാഅത്ത് എന്നത് നസിയം മനസ്സിയാകുമായിരുന്നു, ഇവിടെ തീരെ ഉണ്ടാവില്ല. അങ്ങനെ പറയല് അള്ളാഹ് ഏറ്റെടുത്തല്ലേ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റാന്നല്ലേ. പാട്ട് വരട്ടെ, പാട്ട് വരട്ടെ. في مرضاتك بخير الأنام أنت منيم الأنام في مهد الأمن والكرم لولاك كان أهل السنة نسيا منسيا. അതെങ്ങനെയാ മനസ്സിലാവാത്ത? നിങ്ങളെ ചിറകിന്റെ ചോട്ടിലാണ് ഇവിടെ ദീനുള്ളത്. നിങ്ങളില്ലെങ്കിൽ ദീൻ തന്നെ ഉണ്ടാവൂല. ഇതെങ്ങനെ പറയാൻ പറ്റും? മൂപ്പര് ജനിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ദീൻ ഉണ്ടാവൂലേ? അത് ചോദ്യമാണ്. ആ ചോദ്യം ചിലപ്പോൾ തൊയ്യുസ്ഥാന പെട്ടെന്ന് വരില്ല, അപ്പുറത്ത് മൂപ്പരാണല്ലോ. അതൊരു ചോദ്യമാണ്. മൂപ്പരുണ്ടായില്ലെങ്കിൽ ദീനില്ല എന്ന് പറയുമ്പോൾ മൂപ്പരുണ്ടായതിന്റെ മുമ്പ് ദീനില്ലായിരുന്നോ? ആ ഒരു ചോദ്യമാണ്, കറക്റ്റ് ചോദ്യം. അതിന് അയാൾ ഉത്തരം പറയണല്ലോ. അതിന് മുമ്പ് ദീൻ എവിടെയായിരുന്നു? ദീനില്ലാതായിരുന്നു. അതിനും കൂടി ഉത്തരം പറഞ്ഞേക്ക്. നിങ്ങളെ പാട്ട് നിങ്ങൾ വിചാരിച്ചത് എന്താ അറിയോ? നിങ്ങളെ ഉള്ളറകളിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലൂല, ഞങ്ങൾ വേണ്ടാന്ന് എഴുതിയിട്ട പാടാണ് ഈ സാധു പാടിക്കോട്ടെ എന്ന് വിചാരിച്ച. പക്ഷെ ഇനി നടക്കൂല. നിങ്ങൾക്ക് എന്തും പറയാം. വേറൊരു പാട്ടിൽ പറയുന്നുണ്ട്, മൂപ്പരെ ഓരോ സെക്കൻഡിലും ദറജ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയോടോ തീരുമാനിക്കല്? മടവൂർ ശൈഖുനാന്റെ മദ്ഹ് ഈ കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാരുണ്ട്. സുൽത്താനുൽ ഔലിയ, തൗഊസുൽ ഔലിയ, ശൈഖുൽ മശായിഖ് ഒക്കെയുള്ള ഈ കാലത്തുള്ള മശായിഖ് ഉണ്ടല്ലോ, ഒന്നിരായ ശൈഖുന. അവരെ കുറിച്ചൊക്കെ ഞങ്ങൾ പാടുമ്പോ ഓരോ വാചകത്തിലും പിടിച്ച് ചോദ്യം ചെയ്യുന്ന നിയൽവാദി ഇറങ്ങി വാ, അത് വിശദീകരിക്ക്. എങ്ങനെ API അബൂബക്കർ മുസ്ലിയാർ മുഇസ്സായത്? എങ്ങനെ മുദില്ലായത്? എങ്ങനെ ഈ മൗലാനായത്? മറുപടി പറയണം. മൗലാന ഹോസ്പിറ്റലൊക്കെ കേട്ടിട്ടുണ്ട്, ഇയാളെങ്ങനെ മൗലാനായിട്ട്? വല്ലാത്തൊരു കഷ്ടായി പോയി. എന്തൊക്കെ ഇനി മാത്ത അതും കൂടി കേട്ടോട്ടെ. ഓരോ ദൗമൻ ദർജ എങ്ങനെ ഏറുന്നാണ്. അടുത്ത വരട്ടെ. وهل لك يا قمر العلماء يرفع قدرك دوما دوما يرفع قدرك دوما دوما. എപ്പോഴെപ്പോഴും നിങ്ങളെ ദർജ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മൊയിലേരെ അതിന്റെ ദലീൽ? നിങ്ങൾക്ക് ദർജ കുറയാണെങ്കിലോ? ആരെ നിങ്ങൾക്ക് പറഞ്ഞത്?
എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്കത്? ദർജ തീരുമാനിക്കല് നിങ്ങളെ അവസ്ഥ? ഇതൊക്കെ നിങ്ങളെ വിശ്വാസപ്രകാരമുള്ള ചോദ്യമാണ്. മറുപടി പറഞ്ഞോളണം. എന്തു ഇറക്കും? മാല വരെ ഇറക്കിണ്. കാന്തപുരം മാലകൾ കെട്ടിയില്ല? കാന്തപുരം മാല കെട്ടിയില്ലേ? പടച്ചോനെ ഒന്ന് വന്നോട്ടെ. 786 വരിയിൽ കോർത്തു ഞാൻ എന്നാ പറഞ്ഞു. മുഹിയദ്ദീൻമാല എത്ര വരിക? 155. ഇതൊന്നല്ല, ഇത് 756 കോർത്തു എന്നാണ്. ഇവരിഞ്ഞ് പറയാൻ ബാക്കിയൊന്നുമില്ല. മാലന്റെ ചെറിയൊരു ഭാഗം വെച്ചു കൊടുക്ക്. കാലം സാക്ഷിയാ അവരിന്ന് ഇന്ത്യക്കുള്ള ഗ്രാൻഡ് മുഫ്തിയാ. സുഹൃത്തുക്കളെ അവർ മുത്തുരത്നം തന്നെയാ. ക്ലാരിറ്റിയും പ്യൂരിറ്റിയും അത് ഏറെയാ. അതാണ് പെടാനൊന്നും ഇനി ബാക്കി ഒന്നും ഇല്ലയും അതതിലെ കൂട്ടിക്കൊടുത്താൽ മതി. എവിടെ എന്താ ഈ പറയണത്? അതിൽ തന്നെ പറയണെന്താ? ഗ്രാൻഡ് മുഫ്തിയുമാണ്. അവൻ്റെ നുണയാണ്. ഓരോന്നും വ്യാജല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കതിർ ഉയർന്ന് പറയാ, നിങ്ങൾക്ക് കറാമത്ത് ഒക്കെ അജബിന്റെ ലോകാണെന്നാ പിന്നെ പറഞ്ഞു. നിങ്ങളില്ലെങ്കിൽ ദീനില്ല എന്നാ പറഞ്ഞു. പോകട്ടെ. ആക്കെ ഞാൻ കുറേ പാട്ട് കേട്ടപ്പോൾ അതിൽ നോളേജ് സിറ്റിന്റെ പാട്ടുണ്ട്. കേട്ടി നിങ്ങൾ? നോളേജ് സിറ്റി എന്നുള്ളതൊരു അജബാണ് അത്രേ. മടവൂര് ശൈഖുനാന്റെ ഒരു കറാമത്ത് ഒരു പാട്ട് വരുമ്പോ അത് ഓവറായിപ്പോയി, അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞങ്ങൾക്ക് നിങ്ങളെ നോളേജ് സെറ്റ് ഉണ്ടല്ലോ, തനി തോന്നിമാസം നടക്കുന്ന സെന്റർ, അതിന്റെ മധു പാടാ. പേരോടിന്റെ മധു ഇതിനെല്ലാം ഉണ്ട്. മുട്ടിപ്പടി തങ്ങളെ മധുവൊക്കെ കേട്ടിട്ട് ഞാൻ ചിറിച്ചു മടുത്തിനാന്ന്. അത് നമുക്ക് ആൾ കടലുണ്ടിന്നാക്കാം. എല്ലാം കൂടി ഇവിടെ സമയമല്ലല്ലോ. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ ഇതിനൊന്നും വരണ്ട. നിങ്ങളെ പണിയെടുത്ത് പോയിക്കോ. നിങ്ങളെ നേതാക്കളെ പാടീനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ മശായിഖിന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ ഞങ്ങൾക്കതിലൊന്ന് ഇടപെടേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ നോളേജ് സിറ്റിംഗ് കൂടി വന്നോട്ടെ. സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്. വേമട്ടെ. مساجد عديدا بنى مدينة العلم المشهورة بنولج سيتي في العالم. മലനാടിൻ മധുമൊഴിയായി ഉലകത്തിലാകെ മഷഹൂറായി നോളേജ് സിറ്റി ഉലകിൽ അത്ഭുതമാകുന്നു. അത്ഭുതമാകുന്നു ഉള്ള പെണ്ണുങ്ങളെല്ലാം കൂടി വന്ന് അത്ഭുതം ഉണ്ടാക്കിണ്ടാവും. നോക്കിങ്ങള് അത്ഭുതം ഉണ്ടാക്കുന്നു. അൽ മഷ്ഹൂർ ബി നോളേജ് സിറ്റി എന്നാണ്. അജബൻ അജബാ. നോളേജ് സിറ്റിന്റെ അത് അതിന്റെ കറാം അത്ഭുതമായി വരികയാണ്. അവിടുത്തെ അത്ഭുതം എനിക്ക് പറയാം. മടവൂര് ശൈഖിനെ കുറിച്ചാ പറയാൻ പാടില്ല. അതുകൊണ്ട് പാട്ട് പാടുന്ന ഉസ്താദുമാരോട് നമുക്ക് പറയാം, മടവൂർ ശൈഖിനെ കുറിച്ചാണോ നിങ്ങൾ പാടുന്നത്? ധൈര്യത്തിൽ പാടിക്കോളൂ. ആ പാട്ടിനെ ശറഅ അനുസരിച്ച് സ്ഥിരീകരിക്കാൻ സാവിയത്ത് സൂഫിയ ഉണ്ട്. ആരെയും ഭയപ്പെടേണ്ടതില്ല. മശായിഖിനോട് യോജിച്ച നിയമത്തിൽ അവരെ സമ്മതത്തിലാണോ ഒന്നും ഭയപ്പെടേണ്ട. ഇനി ഒരുപാട് പാട്ടുണ്ട്. ഞാൻ ഇനി നമ്മളെ പാട്ടിലേക്ക് വരണല്ലോ, അതുകൊണ്ടാണ് നിർത്തുകയാണ്. എന്തൊക്കെയാണ് ഇവര് ഒപ്പിച്ചുണ്ടാക്കിയെന്ന് സാധാരണക്കാരിത് അറിയില്ലല്ലോ. ഇങ്ങനെ ഒന്നും ഓലൊന്നും പാടുന്നില്ല. നമ്മളിങ്ങനെ പാടുന്നു. നമ്മളിപ്പോ മടവൂർ ശൈഖുനാനെ കുറിച്ച് ശരിക്ക് പറഞ്ഞാൽ പാട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? മടവൂർ ശൈഖുനയുടെ കറാമത്ത് ഒരു ദിവസം തന്നെ എത്രയാ സംഭവിക്കുന്നത്? ഏതെല്ലാം സംഭവം ഇപ്പം പാടുന്നുണ്ടെങ്കിൽ നോളേജ് സിറ്റിയെ കുറിച്ച് ഫിൽ ആലം, ഭൂമിയിൽ മൊത്തം മഷ്ഹൂറാണ്. ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ഭാരി എന്നല്ലടോ. അപ്പൊ അരസിലും കുർസിയിലൊക്കെ തന്നെ നോളേജ് സിറ്റിയാ. അത് നോളായി നടക്കുക. അല്ലാതെ ഇതിലൊന്നും ഒരു കഥല്ലല്ലോ. ഇവൽക്കെന്തും പാടാ. ആലമിൽ തന്നെ മഷ്ഹൂറാണ് എന്ന് പാടുന്നതിന് ഓർക്ക് കുഴപ്പമില്ല. ഇവിടെ കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമായി. അതൊന്നും ഇനി നടക്കൂല. അതുകൊണ്ട് ഔലിയാക്കന്മാരെ സംബന്ധിച്ച് ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? സാക്ഷാൽ നിയൽവാദി ഇവിടെ ഇറങ്ങി വന്നു. മാലിക്കുൽ മുൽക്കാണ് എന്ന് മടവൂർ ശൈഖുനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന് നല്ല അർത്ഥം കൊടുക്കുക. മാലിക്കുൽ മുൽക്ക് എന്ന് അള്ളാനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. ഏതുപോലെ മുഇസ്, മുദില്ല്, മൗലാന, ഇതൊക്കെ അള്ളാനെ കുറിച്ച് പറയുമ്പോൾ ഒരു അർത്ഥമുണ്ട്.
റഹീം, റഊഫ് ഈ അർത്ഥത്തിൽ ആരും സൃഷ്ടികളെ കുറിച്ച് പറയൂല. എന്നിട്ട് അത് അറിയാത്ത പോലെ വന്നിട്ട് മാലിക്കുൽ മുൽക്ക് എന്ന് പറയുന്നവരുണ്ട്, അർശിന്റെ അധിപനാണെന്ന് പറയുന്നവരുണ്ട്. കുഫ്രിയത്താണത്. ഇത് പറഞ്ഞ നിയൽവാദി ഈ പാട്ടൊന്നും എന്താ കേട്ടിട്ടില്ലേ? പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അത് ഒന്ന് അയാൾ വന്നോട്ടെ, അയാൾ വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ സംഭവം മനസ്സിലാവും. പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക്കുൽ മുലൂക്കാണ്. പടച്ച റബ്ബ് രാജാതിരാജനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കേരളത്തിൽ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് മാലിക്കുൽ മുലൂക്ക് എന്ന് പറയുന്നതിന് പകരം മടവൂര് ശൈഖ് മാലിക്കുൽ മുലൂക്കാണ്. അതുപോലെ തന്നെ അർശിന്റെ അധിപനാണ്, പടച്ചവനാണെന്ന് പറഞ്ഞ് പാട്ട് പാടുന്നവനുണ്ടല്ലോ. എന്തൊരു ആഖിർ സമാനാണ് സുഹൃത്തുക്കളെ. ഇവിടെയാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. SSFന്റെ പ്രവർത്തനം, SYSന്റെ പ്രവർത്തനം, മുസ്ലിം ജമാഅത്ത് ഉണർന്ന് പ്രവർത്തിക്കണ്ടേ. ഇത് മടവൂര് ശൈഖുനെ സംബന്ധിച്ച് മാലിക്കുൽ മുലൂക്കാണ്, അർശിന്റെ അധിപനാണ് എന്ന് പാടിയിട്ടുണ്ട്. അവിടെ SSFകാർ ഉണർന്ന് പ്രവർത്തിക്കണം. SSFകാരെ ഉണരാതെ പ്രവർത്തിക്കേണ്ട ഒരു മേഖലയും കൂടി ഉണ്ട്. അത് AP അബൂബക്കർ മുസ്ലിയാരെ മുഇസ്സും മുദില്ലും പേരോടായിരുന്ന മുദില്ലിനെ മൗലാനയും ആക്കിയിട്ടുണ്ട്. അവിടങ്ങളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. ഇതാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. എന്താണ് ഈ തോന്നിവാസം പറയാനുള്ള കാരണം? നിങ്ങളെ മർക്കസിൽ നിന്ന് ഇറക്കിയ കിതാബല്ലേ അത്? അതിൽ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞതെന്താ? നഹ്നുൽ മുലൂകു അലാ സലാത്വീനിൽ മലാ വൽ കായിനാതു വമൻ ബിഹാ ഖുദ്ദാമുനാ. ആരെ വരിയാണത്? ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി. നഹ്നുൽ മുലൂക്, ഞങ്ങളാണ് രാജാക്കന്മാർ. അലാ സലാത്വീനിൽ മലാ, ഭൂമിയിലുള്ള രാജാക്കന്മാരില്ലേ അവരുടെയും മുകളിലുള്ള ചക്രവർത്തിമാരാണ് ഞങ്ങൾ. അതാണല്ലോ മാലിക്കുൽ മുലൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ് ഞാൻ. അതാ പറഞ്ഞത് നഹ്നുൽ മുലൂകു അലാ സലാത്വീനിൽ മലാ. മാത്രല്ല പറഞ്ഞില്ലേ വകുല്ലു മുലൂക്കിൽ ആലമീന റഈയതി, ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും എന്റെ പ്രജകളാണ്. ആർത്താൻ വെച്ചുകൊടുത്താ പോരെ? ഇതിനവിടെ കുഫ്ർ നാജി പ്രയോഗിച്ച ലഫ്ദ് മർക്കസിൽ നിന്നിറങ്ങിയ ഈ പുസ്തകം കുഫ്റിലാണോ? അപ്പൊ പിടിപെട്ടതേതാ? സലാം സുല്ലമിയുടെ റൂഹ് പേരോട് മൗലവിയിൽ ഇറങ്ങിയതാ. അയാൾ പറയുന്നതാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സലഫി വരെ വിളിച്ചു പറയാണ്. ആ പാട്ടിട്ട് സലഫി പറയുന്നുണ്ട് എന്ത് പറ്റിങ്ങക്ക്, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ പണ്ട്, ഇപ്പൊ ഈ പറയാൻ തുടങ്ങിയോ? എത്ര വലിയ മാറ്റം അങ്ങക്ക് ഉണ്ടായത്. എന്നിട്ട് ഞങ്ങളെ നന്നാക്ക നിങ്ങളാ വരണ്ട്. നിങ്ങളാദ്യം നിങ്ങളൊന്ന് നന്നായിടോ.